ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ എൻഗേജ്മെൻറ്റിന് പോകാനുള്ളൊരു വ്ളോഗാണ് നമ്മൾ ഇത് എടുക്കാൻ പോകുന്നത്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു ഫ്രണ്ടല്ല, എൻ്റെ കൂടെ എൽ കെ ജി തൊട്ട് പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. സോ ഈ ഒരു എൻഗേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. നമ്മൾ റെഡി ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് മാറിയിട്ടുള്ളൂ. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം. രാവിലത്തെ ഫുഡ് നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. സോ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട ലിപ്സ്റ്റിക്ക് മൊത്തം നമ്മുടെ വായിരിക്കണം. സോ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടത് വെറുതെ ആവും, നമ്മുടെ ലിപ്സ്റ്റിക്ക് വേസ്റ്റ് ആവും. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റെഡി ആവാം. ഔട്ട്ഫിറ്റ് എന്ന് പറയണത് ഒരു കുർത്തയാണ്, മാക്സിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കുർത്തയാണ്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു കുർത്തയും കൂടി, 2 കുർത്തയായിട്ട് വരുന്ന ഒരു സെറ്റാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് 2 കൊല്ലം മുന്നേ എടുത്തതാണ്. ഇപ്പോൾ ആ മാക്സ് സ്റ്റോറിൽ അവൈലബിൾ ആവുമെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ മോയ്സ്ചറൈസർ എടുക്കുന്നത് കിട്ടുന്നില്ല. അതെ, കുറച്ച് എനിക്ക് കിട്ടി, എനിക്ക് ഞാൻ തരാം. കഴിഞ്ഞു പോയി ഗൈസ്. ഇത് ഡോക്ടർ ഷെയർത്തിൻ്റെ മോയ്സ്ചറൈസറും ഡോക്ടർ ഷെയർത്തിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലതാട്ടോ ഡ്രൈ സ്കിന്നുകാർക്ക്. ഡോക്ടർ ഷെയർത്തിൻ്റെ സ്കിൻ, നമ്മുടെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൂടെ കുറച്ച് മോയ്സ്ചറൈസറും കുറച്ച് സൺസ്ക്രീനും പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും, ഒരു ലോഡല്ല കുറച്ച് ലിപ്സ്റ്റിക്ക്, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ മേക്കപ്പ് എന്ന് പറയുന്നതുകൊണ്ട്. ഇല്ല, സൺസ്ക്രീനാണ് ഇടാൻ പോകുന്നത്. അതും ഒരു ദാരിദ്ര്യം വെച്ച സൺസ്ക്രീനാണ്. പിന്നെ മേടിക്കാലോ, അത് കഴിയുമ്പോൾ മേടിക്കാലോ. നമ്മളെല്ലാവരും മുറിച്ചിട്ടവരെടുക്കില്ലേ, അതുപോലെ ഞാൻ ചെയ്യുന്നു. ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയറാണ്. ഹെയർ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് ഹെയർ ചെയ്ത് വലിയ പരിചയമില്ല. സോ ആദ്യം നമ്മുടെ മുടി ജട തീർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും മുകളിൽ നീരരുത്. മുകളിൽ നീരിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, താഴെ നീരിട്ട് താഴത്തെ ചെട കളഞ്ഞിട്ട് വേണം മുകളിൽ നിന്ന് ഈരി വരാൻ. ഇതിപ്പോൾ ഞാൻ ഇത്രയും സിമ്പിളായി ചെയ്യണതിൻ്റെ കാര്യം ഞാൻ എണീറ്റ് വശം മുടിയൊന്ന് ചിക്കി മാന്തിയിരുന്നു. സോ അത്രയും വലിയ ചെട നമ്മുടെ മുടിയിലില്ല. മുടി ഈരിയിട്ടുള്ള നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ചെടകൾ തീർത്തിട്ട് ഇനി ജസ്റ്റ് ഒരു ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വേറെ ഡെക്കറേഷനൊന്നും ഞാൻ ചെയ്യുന്നില്ല, അതിനുള്ള സമയവും ഇല്ല. മടി പിടിച്ചിരുന്ന നേരം വൈകിപ്പോയി. പുതുശല്യായിട്ട് മാറിയിരിക്കുകയാണ്, പറ്റുന്നില്ല എനിക്ക് കണ്ണാടി നോക്കാൻ. അയ്യോ ഇല്ലേ, പിന്നെ പള്ളിയിൽ പോണോണ്ട് ഞാൻ ക്ഷമിച്ചു, അത്ര ഉള്ളൂ. മനസ്സിലായോ? ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഹെയർ ലുക്ക്. Oh my god, my princess is ready. Okay. അത് കോംപ്ലിമെന്റ് പറയണം നമ്മുടെ ഹാർട്ടിനെ. ഹാർട്ടിയാണ് ബെസ്റ്റ്. ഇനി അടുത്തത് ലിപ്സ്റ്റിക് റെഡി. Where is my lipstick? ഒള്ളേ കൊണ്ടേ വെച്ചാ അപ്പോൾ ലിപ്സ്റ്റിക് ഇടണ്ടേ? നോക്ക് ഇവിടെ വന്നേ, ഇവിടെ ഇപ്പൊ എന്റെ പെണ്ണല്ലേ പറഞ്ഞ ലിപ്സ്റ്റിക് ഉള്ളിലത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണ്ടേ? അപ്പോ നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് ലിപ്സ്റ്റിക് ആണ്. ഇത് സൂപ്പർ ലിപ്സ്റ്റിക് ആട്ടോ, ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് 07 ലിപ്സ്റ്റിക് ആണ്. അടിപൊളി ഷെയ്ഡ് ആട്ടോ ഈ ലിപ്സ്റ്റിക്. എനിക്കിത് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാ. അണ്ടർ 400 ഉള്ളിലാണ് വരുന്നത്. ഞങ്ങൾക്ക് അന്ന് ആ ടൈമിൽ 2 എടുത്താൽ എങ്ങാണ്ട് ഓഫറുള്ളതുകൊണ്ട് 300 സംതിങ്ങിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ലിപ്സ്റ്റിക് ആണോ, അത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഒന്ന് ഇങ്ങനെ മോളെ പിന്നെന്താ എന്തിട്ടാണ് എപ്പോഴും ഇപ്പൊ സെറ്റായ ഓവറൊന്നുമില്ല, വെറുതെ പറഞ്ഞതാ മോളെ. ഇത് പറഞ്ഞ റിഗ്രറ്റ് ചെയ്യൂട്ടാ. ആണ് ചെയ്യാൻ
അപ്പൊ നമുക്ക് ബ്ലഷ് ഇട്ട് തരുന്നത് ഡെല്ലിയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഡെല്ലിനെ കുറച്ച് അധികം ഇട്ടതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ചെക്കളെ മടി കിട്ടി പോലെ ഇരിക്കാനുണ്ടാവും. ആയിരിക്കും ശരി, എനിക്കറിയാം എടുക്കാന്ന് വിചാരിച്ചതാണ്, പക്ഷെ ടൈം കിട്ടിയില്ല. അതെങ്ങനെ അതില് പാടല്ല രാവിലെ എന്റെ പേര് നീ വന്നാടൂ. ഒരു ഗ്ലോ കിട്ടിയോ? ബ്ലഷ് ഇട്ട് ഒരു സൈഡിൽ ഇട്ട് തന്നില്ല. ഇതായിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് ബ്ലഷ് ഇട്ടു ലെല്ലയുടെ വക. ഭംഗിയില്ലെങ്കിൽ സ്വന്തമായിട്ട് ഭംഗിയെന്ന് പറയാം നമ്മൾ. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ആര് ഭംഗിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം തന്നെ ഭംഗിയില്ലെന്ന് പറയാം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ആരും ഭംഗിയില്ലെന്ന് പറയാറില്ല. ഓടിക്കള്ളി അത് ശടാ. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇത്ര ഉള്ള എൻ്റെ റെഡി ആവുന്നു. ഇത്രേ ഉള്ളൂ. ഞാൻ എന്നെ തന്നെ നോക്കി അഡ്മയർ ചെയ്യുന്നു ഗൈസ്. എന്ത് ഭംഗി വേണ്ടതാണ്. അപ്പൊ ഗൈസ് നമുക്ക് പോവാൻ നിൽക്കാണ്. അപ്പൊ നന്ദന പറഞ്ഞു അവർക്കൊരു ഔട്ട്ഫിറ്റ് വീഡിയോ വേണം, അവിടെ എടുക്കി തരാം. അപ്പൊ നമുക്ക് അതിൽ ചെയ്ത് നിന്ന് കൊടുക്കാം. അപ്പം നമ്മൾ പോവാണ്. ബസ്സിലാണ് പോകുന്നത്. 8:15 ഞാൻ ഇവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞത്. ഇപ്പം 8:50 നേരം വൈകി. നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് കേട്ടോ കൊയ്രു, അവളുടെ വീട്ടിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫ്രണ്ടിനോട് പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ട് ആ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത്. നല്ല ഭംഗിയിട്ട് നോക്കട്ടെ, കാണിക്കട്ടെ. ഓ സൂപ്പറായിട്ട്. ചെറിയ ക്യാമറ ഷെയ്യാണ്, അങ്ങനെ പറയാൻ. അപ്പം നമ്മൾ കൊയ്രിൻ്റെ വീട്ടിലേക്ക് എത്തിക്കാം കേട്ടാ. നമ്മൾ കൊയ്രിൻ്റെ വീട് കാണിച്ചാൽ നല്ല ഭംഗിയുള്ള വീടാട്ടാ. കാണോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുള്ള വീടാട്ടോ ഇത്. ഇവളുടെ വീട് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എൻട്രൻസ്. ഗായ്സ്, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഒരുങ്ങിക്കെട്ടി വന്നത് വെറുതെ. എന്നെ ഇവിടെ വന്ന് ഡ്രസ്സ് മാറ്റിച്ചു, ഒരു ചുരിദാറാക്കി എൻ്റെ കോസ്റ്റ്യൂം. എല്ലാവരും അനാർക്കലി ഉണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാവരും. പക്ഷെ മെയിൻ താരം ദേവാണ്. നല്ല ഭംഗിയുണ്ട് ദേവ്, നോക്കാം. അപ്പം നമ്മൾ ഇവിടെ വന്ന് വീണ്ടും ഫുഡ് കഴിക്കുകയാണ്. നമുക്ക് ഫുഡ് തരുന്നത് അടുത്ത വ്ളോഗറായ പേരെന്തായിരുന്നു, വിനീഷയാണ്. 4 ഇഡ്ഡലി. ഗായ്സ്, സൂപ്പർ ഫുഡ്. ഇഡ്ഡലിയും സാമ്പാറായിരുന്നു, പക്ഷെ നല്ല അടിപൊളി ഫുഡ്. അമ്മയുടെ സൂപ്പർ ഫുഡ്. എങ്ങനെയുണ്ട് ദേവ് ഫുഡ്? എന്തേലും പറയേ, മൊഴിയോ? ഞാൻ ഫുള്ള് കഴിച്ചു. സൂപ്പർ ഫുഡ്. പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. എരിവുള്ളത് തന്നെ നാവ് പൊട്ടിയോണ്ടാണ്. അപ്പൊ ഗൈസ്, നമ്മൾ 3 പേരും ഒരുങ്ങി സുന്ദരികളായിട്ട് പോവാൻ നിൽക്കാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ബ്രൈഡിന്റെ വീടെത്തി. ഞാൻ ബ്രൈഡിനെ കഴിച്ചരാം. നമ്മുടെ ബ്രൈഡ് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടിക്കാരിയുടെ കല്യാണം കുണ്ടിക്കാരി നടത്തുന്നത് ഇൻഡിപെൻഡന്റ് വുമൺ. Guys, we are excited. വന്നിട്ട് മാറാലോ. വേണ്ടോ? എനിക്ക് മാറണ്ടേ? ഇവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. അടുത്ത ആളുടെ കല്യാണം കഴിയാൻ പോകുന്നു.
നടക്കുന്ന ഹോളിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് അടുത്തുള്ള ഹോളാണ്. നമ്മള് ബ്രൈഡും നമ്മൾ ഒരുമിച്ചാണ്. അനീഷയ്ക്ക് ഈ നിമിഷത്തിൽ എന്തെങ്കിലും പറയാണ്ടോ? ഇപ്പൊ പറയ്, ഒന്ന് തിരിയോ, എന്താ പറയാളെ? അവളെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഓഡിറ്റോറിയം. ഇതാണ് ഗ്രൂം. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ടയേർഡായി. നമ്മളിവിടുന്ന് ഇവളുടെ വീട് വരെ നടക്കണം. എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? നടക്കണതിനെ കുറിച്ച്? ഓൾറെഡി കാല് വയ്യ, മുട്ടുവേദന, കുറ്റിവേദന, തീരെ. എങ്ങനെ ഉണ്ടായിരുന്ന എൻഗേജ്മെന്റ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് പറയുന്നു. ഞാൻ വിചാരിച്ചു നല്ല ടെൻഷനാവും. ടെൻഷനൊന്നും ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. ഇനി എന്താ അടുത്ത പ്ലാൻ? എന്നാ കല്യാണം? കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല.